ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ കുർത്തിയാണ്. ഒരു സിമ്പിൾ കുർത്തീൻ്റെ കട്ടിങ്ങും നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തുണിയൊന്ന് നാലായിട്ട് മടക്കിയെടുക്കണം. ഞാൻ ഇവിടെ തുണി എടുത്തിട്ടുള്ളത് 2 മീറ്ററും ഒരു 10 സെൻറ്റിമീറ്ററും 2:10 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്ത് വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ എടുക്കണം, 2.5 മീറ്ററെങ്കിലും എടുക്കണം. ഇതൊരു 40-42 ഇഞ്ച് ഇത് ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതവിടെ തുണി 2ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ കുർത്തിക്ക് വീതി വേണ്ടത്, ഇതൊരു സ്ലിറ്റ് വരുന്ന കുർത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അതിനനുസരിച്ചൊന്ന് മടക്കി കൊടുക്കുക. സ്ലിറ്റിൻ്റെ താഴെ എത്ര വീതി വേണോ അതിനനുസരിച്ച് 2ആയിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതൊന്ന് 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. വീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ വീതി കൊടുത്തിട്ടുള്ളത് ഒരു 11.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചൊന്ന് മടക്കി കൊടുക്കുക. ഇനി ഞാനിത് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലീവിന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ കുർത്തീൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ കിട്ടുന്നത് 42 ഇഞ്ചാണ്. 42 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ലെങ്ത്ത് വേണമെന്നുള്ളവർ 2.5 മീറ്റർ തുണി എടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ ലെങ്ത്ത് കുറച്ച് കുറവായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഷോൾഡർ ഞാനിവിടെ 6.5 ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി ഞാൻ ഇവിടെ 6.5 കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ആം ഹോളും 6.5 ആണ്. ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ അളവാണ് എടുത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് 32 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ 32ൻ്റെ 4 എടുക്കുമ്പോൾ 8 ഇഞ്ച്. ഈ 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുന്നുണ്ട്. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണറിലായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ കോർണറിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലെ ആം ഹോളാണ്. ഫ്രണ്ടിലെ ആം ഹോള് ഒന്ന് താഴേക്കൊന്ന് ഇറക്കി ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഷേപ്പ് ലെങ്ത്താണ്. അത് ഞാൻ ഇവിടെ 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഷേപ്പ് ലെങ്ത്ത് അധികം 13.5, 14, 14.5 ഇഞ്ച് വരെയൊക്കെയാണ് വരിക. ഹിപ്പിൻ്റെ സ്ലിറ്റ് വരുന്ന ആ ഭാഗത്ത് ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 21 ഇഞ്ചാണ്. അതേമാതിരി വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവ് വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 9 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ സ്ലിറ്റ് വരുന്ന ഈ ഭാഗത്തെ അളവ് വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് അളവ് വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് സൈഡ് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം, സ്ലിറ്റിൻ്റെ താഴ്ഭാഗം ഇവിടെ എടുത്ത അതേ അളവ് വേണമെങ്കിൽ ഇവിടെ എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതലായിട്ട് എടുത്ത് കൊടുക്കാം. ഇവിടെ 8 ഇഞ്ചാണ് എടുത്ത് കൊടുത്തത്. ഞാൻ ഈ ഭാഗത്ത് താഴെ 9 ഇഞ്ച് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ 2 ലൈന് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ അതായത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ വരെയും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെക്ക് ഞാനിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, നെക്ക് ക്യാൻവാസിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ലൈനാണിത്. ഈ ലൈന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് രണ്ടായിട്ടും വരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ലൈൻ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലിറ്റ് വരുന്ന ഈ ഭാഗത്ത് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിത് ബാക്കിലെ പാർട്ടൊന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ ആം ഹോളൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിലെ ആം ഹോളൊന്ന് ഇറക്കി കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. തുണിയുടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. ലെങ്ത്ത് 16 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുകൾ ഭാഗത്ത് വിഡ്ത്ത് കൊടുക്കുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് ഒരു 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്ലീവ് ഒന്നിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിലെ സ്ലീവ് ഇത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്നിങ്ങനെ ഇറക്കി മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ്. ഇപ്പോൾ ഇതാ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിനെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തും 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് മാതിരി വരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ബോക്സ് മാതിരി വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ താഴേന്ന് മുകളിലേക്കൊരു 2 ഇഞ്ച് ഇങ്ങനെയൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ചിൽ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൊടുക്കാൻ ഞാനിവിടെ ഇപ്പോൾ 1/2 ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്ക് മാത്രമാണ് ക്യാൻവാസ് കൊടുക്കുന്നത്, ബാക്കിലെ നെക്കിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ആ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ നമ്മുടെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിലൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന്. ഇതൊന്ന് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതാ ഫ്രണ്ടിലെ നെക്കിനെ മാത്രമാണ് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിലെ നെക്കിനെ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ നെക്കൊന്ന് തുണിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചായിരുന്നു. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. നമ്മൾ ക്യാൻവാസിലല്ലാതെ തുണിയിൽ ചെയ്യുമ്പോൾ ക്യാൻവാസിൽ എടുക്കുന്നതിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കുറവായിട്ട് വേണം എടുത്തു കൊടുക്കാൻ. അതേമാതിരി ലെങ്ത്ത് എടുത്തു കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബോക്സ് മാതിരി ഇങ്ങനെ വരച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെക്കൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ നെക്ക് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് അത് വെച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും ഒരു 2 ഇഞ്ച് വരുന്ന മാതിരി തുണി ഇങ്ങനെ വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് ഈ തുണി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അത് നെക്കിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതിലും നമ്മൾ നല്ല തുണിയിൽ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കറക്റ്റായിട്ട് വരുന്ന മാതിരി വെച്ച് കൊടുക്കുക. നമ്മളത് അതിൻ്റെ നല്ല വശത്താണ് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നീങ്ങി പോവാതിരിക്കാൻ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇതൊന്ന് ക്യാൻവാസിൽ പെടാതെ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് ക്യാൻവാസ് നെക്കിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കോർണറിലെല്ലാം ഒന്ന് തയ്യലിൽ പെടാതെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ക്യാൻവാസിനെ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ക്യാൻവാസ് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉൾവശം ഇങ്ങനെയാണുള്ളത്. ഇത് അകവശം നമുക്കിതാ ഇവിടെ നിന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹെമ്മിങ് ചെയ്തെടുക്കുകയോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അതേമാതിരി തന്നെ ബാക്കിലെ പീസിലും ഇതെങ്ങനെയൊന്ന് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെക്ക് ഇങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെച്ച് കൊടുത്ത ഈ തുണീൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന മാതിരി ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട്
ഇതൊന്നുള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ നല്ല വശവും നമ്മൾ ഈ ബാക്കിലെ പീസാണിത്. ഇതിൽ നമ്മളിങ്ങനെ നെക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫ്രണ്ടിലെ പീസ് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന മാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിത് ബാക്കിലെ നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ തുണി ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്നതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാക്കിലെ നെക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.